ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനാണോ ഗന്ധർവൻ എന്നുള്ള സംശയം തീർക്കാൻ വേണ്ടി കൈലാഷ് മോഹനനെ പറഞ്ഞു വിടാണ്. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് മോഹനൻ എത്താണ്. എന്നിട്ട് അമ്മയോട് ചോദിക്കാണ്, എവിടെ പ്രിയൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയനും ദർശനയും ടെറസിലുണ്ട്. മോഹൻ, നീ കൂടി അറിഞ്ഞിട്ടാണോ പ്രിയൻ 2 ദിവസം കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാര്യം? അത് കേട്ടപ്പോൾ മോഹൻ അങ്ങ് തെറ്റിപ്പോവാണ്. എന്താ അമ്മ പറഞ്ഞത്? ബംഗ്ലാദേശിലേക്ക് പ്രിയൻ പോകുന്നു എന്നോ? അവൻ അങ്ങനെ ഒരു തീരുമാനമാണോ എടുത്തിട്ടുള്ളത്? എല്ലാവരെയും വിട്ട് അവൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. അവൻ എവിടെയുള്ളത്? ടെറസിലല്ലേ? ഞാൻ പോയി സംസാരിച്ചോളാം, അമ്മ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞു മോഹന് ടെറസിലേക്ക് ചെല്ലാൻ കേട്ടോ. അപ്പോൾ ദർശന ഒരു ഭാഗത്തിരുന്ന് പഠിക്കുന്നുണ്ട്. പാർവതിയും പ്രിയനും കൂടി ഒരുമിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ മോഹനൻ പറയണേ, ദർശനെ നീ പഠിക്കുകയാണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ? നിന്റെ അമ്മ പറഞ്ഞത് ദർശനയെ പ്രിയം പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയാണോ? അപ്പോൾ പാർവതി പറയണേ, റൂമിൽ തന്നെ ഇരുന്നിട്ട് വല്ലാതെ ബോറടിച്ചു, അതാണ് ഇവിടെ വന്ന് നിന്നത്. അതും ശരിയാണ്. റൂമിൽ എത്രയെന്ന് വെച്ചാൽ അടച്ചു പൂട്ടിയിരിക്കുക, അതൊരു ബോറടി തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഒരു കാര്യം പറയാനാണ്. ദർശനെ, നിന്റെ കയ്യിൽ നിന്ന് ആ പേനയും പേപ്പറും ഒന്നിങ്ങ് തന്നെ. എന്നിട്ട് പ്രിയനോട് മോഹനം പറയണേ, ഇന്ന് കൈലാഷ് സാർ കമ്പനിയിൽ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കമ്പനിയിലെ കുറ്റവും കുറവും എല്ലാം തന്നെ എഴുതി സജഷൻ ബോക്സിൽ ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പ്രിയ, നിന്നോട് കൂടി ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ആ കമ്പനിയിലില്ലല്ലോ മോഹന. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിനക്കല്ലേ എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസർ അല്ലേ നീ? അതുകൊണ്ട് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നിനക്കല്ലേ അറിയാവുന്നത്. അതുകൊണ്ട് നിന്റെ കൂടി അഭിപ്രായം അറിയണമെന്ന് സർ പറഞ്ഞു. അതുകൊണ്ടാണ് നീയും എന്തെങ്കിലും ഒന്ന് എഴുതിത്തായോ. പ്രിയനും 2 വാക്ക് കമ്പനിയെ കുറിച്ച് എഴുതുകയാണ്. അപ്പോൾ മോഹന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പ്രിയ, കൈലാഷ് സാറ് നീയാണ് ഗന്ധർവൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നാടകം ഒപ്പിച്ചിട്ടുള്ളത്. നിന്റെ എഴുത്തും ഗന്ധർവന്റെ എഴുത്തും ഒരുമിച്ചാണെങ്കിൽ പിന്നെ നീ തന്നെയാണ് ഗന്ധർവൻ, പാർവതിയെ സ്നേഹിക്കുന്ന ഗന്ധർവൻ എന്നുള്ളത് എല്ലാവർക്കും അറിയും. അതോടുകൂടി നിങ്ങൾ 2 പേരെയും കൈലാഷ് സാർ ഒരുമിപ്പിക്കും. അതിനാണടാ ഞാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഗന്ധർവൻ ഇവൻ തന്നെയാണെന്നുള്ളത് ഇപ്പം തന്നെ പാർവതിയെ അറിയിക്കണം. അതിനും കൂടി ഒരു വഴിയുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രിയൻ എഴുതിയ ആ എഴുത്ത് മോഹനൻ കൊടുക്കുകയാണ്. എന്നിട്ട് മോഹനൻ പറയണ, നീ ഇതിൽ എഴുതിയത് പാർവതി നീ ഒന്ന് വായിച്ചു നോക്ക്. അങ്ങനെ പാർവതിയുടെ കയ്യിൽ പ്രിയൻ എഴുതിയ ആ ലെറ്റർ അങ്ങ് കൊടുത്തതോടുകൂടി പെട്ടെന്ന് തന്നെ പ്രിയൻ അത് തട്ടിപ്പറിച്ച് വാങ്ങാൻ കേട്ടോ. നീ എന്താ മോഹന നീ കാണിക്കുക? എന്തിനാ നീ പാർവതിയെ കാണിക്കുന്നു? അതെന്താ, നമ്മുടെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും പാർവതിക്കും അറിയാവുന്നതല്ലേ പ്രിയ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അത് പിന്നെ ഞാൻ കരുണാകരനെ കുറിച്ച് മോശമായിട്ട് കുറേ എഴുതിയിട്ടുണ്ട്, വെറുതെ എന്തിനാ പാർവതി അതൊക്കെ വായിക്കുന്നത്? അപ്പോൾ പ്രിയൻ്റെ മനസ്സിൽ പാർവതിക്ക് എൻ്റെ കൈയക്ഷരം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനാണ് ഗന്ധർവൻ എന്നുള്ളത്. പാർവതി ഇപ്പം തന്നെ മനസ്സിലാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രിയൻ പെട്ടെന്ന് പാർവതിയുടെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങുന്നത്. എന്നിട്ട് മോഹനൻ പറയാൻ, നീ എന്താടാ ഇങ്ങനെ പറയുന്നത്? കരുണാകരനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്നതും അറിയാവുന്നതും പാർവതിക്കല്ലേ. പിന്നെ എന്താ, നീ എഴുതിയത് പാർവതി വായിച്ചു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല. നീ വെറുതെ മണ്ടത്തരം വിളിച്ച് പറയാതിരിക്കെ, നിനക്ക് എല്ലാം അറിയുന്നതല്ലേ എന്ന് പറഞ്ഞൊന്ന് ദേഷ്യത്തിൽ അർത്ഥം വെച്ചുകൊണ്ട് നോക്കാൻ കേട്ടോ. അപ്പോൾ മോഹനൻ മനഃപൂർവ്വമാണ് പാർവതിക്ക് ആ ലെറ്റർ കൊടുത്തത് എന്നുള്ളത് പ്രിയന് മനസ്സിലാക്കുന്നില്ല. പാർവതിയോടും ദർശനയോടും അവിടെ നിന്ന് പോവാൻ പറയണേ പ്രിയൻ. അപ്പോൾ പാർവതി പറയണ, പ്രിയൻ ചേട്ടാ, എനിക്കെന്തോ ഞാൻ വായിക്കാൻ പറ്റാത്ത എന്തോ അതിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. എനിക്കതത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. പ്രിയൻ ചേട്ടാ എന്നിൽ നിന്ന് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്, അതാണ് എന്നോട് ആ ലെറ്റർ വായിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പാർവതി ദർശനോടൊപ്പം അങ്ങ് പോകുന്നത്. അപ്പോൾ മോഹനൻ ചോദിക്കുകയാണ്, എന്താടാ പാർവതി ആ ലെറ്റർ വായിച്ചു എന്ന് കരുതിയിട്ടിപ്പോൾ എന്താണ് കുഴപ്പം? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ മോഹന? ഞാനാണ് ഇതുവരെയും പാർവതിക്കുള്ള എല്ലാ ലെറ്ററുകളും ഗന്ധർവൻ്റെ പേരിൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് എൻ്റെ കൈയക്ഷരം കണ്ട ഉടൻ തന്നെ മനസ്സിലാവില്ലേ ഞാനാണ് ഗന്ധർവൻ എന്നുള്ളത്? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അപ്പോൾ മോഹനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ഇപ്പോൾ തൽക്കാലം പാർവതിയുടെ മുന്നിൽ നിന്നും നീ രക്ഷപ്പെട്ടു. നീ അല്ല ഗന്ധർവൻ എന്നുള്ളത് നീ എത്ര കാലം ഒളിപ്പിച്ചു വെക്കും? നാളെ തന്നെ നീയാണ് ഗന്ധർവൻ എന്നുള്ളത് കൈലാഷ് കണ്ടുപിടിക്കും. അപ്പം പിന്നെ നീ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് നമുക്ക് നോക്കാമേടാ എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ. അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ്, എന്താ മോഹന നീ ചിന്തിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല. എന്നാൽ ശരി, ഞാൻ പോകട്ടെ. അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കട്ടെ. അപ്പോൾ അല്ല, നീ എന്താ പെട്ടെന്ന് പോകുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, അത് കൊണ്ടു കൊടുക്കാനാണ്. ഞാൻ എന്തായാലും നാളെ വരാം
വരാം എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചിട്ടാണ് കേട്ടോ മോഹനൻ പോകുന്നത്. അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ എന്താ പെട്ടെന്ന് വന്നു, എന്നിട്ട് പെട്ടെന്ന് എഴുതി താ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എഴുത്തുമായി പോകുന്നു, ഇവൻ എന്താ പറ്റിയത് എന്നൊക്കെ പ്രിയ മനസ്സിൽ സ്വയം ചിന്തിക്കുകയാണ്. അങ്ങനെ മോഹനൻ നേരെ ചെല്ലുന്നത് കൈലാഷിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് കൈലാഷിന് പ്രിയൻ എഴുതിയ ആ ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, അല്ല പ്രിയൻ എന്തെങ്കിലും സംശയം തോന്നിയോ? ഇല്ല, ഒരു സംശയവും തോന്നിയിട്ടില്ല. അല്ല ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഈ ലെറ്റർ വാങ്ങിയത് എന്ന് നീ ഒരിക്കലും പ്രിയനോട് പറയരുത്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ മോഹനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ലെറ്ററും ആ ലെറ്ററും കൂടി ഒത്തു നോക്കിയാൽ പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ളത് കൈലാഷ് സാർ ഉറപ്പായും മനസ്സിലാക്കും. അതോടുകൂടി നേരെ പ്രിയൻ്റെ വീട്ടിൽ ചെന്ന് പാർവതിയോട് എല്ലാ സത്യവും പറയുകയും ചെയ്യും. അതാണ് എൻ്റെയും മനസ്സിലുള്ള ആഗ്രഹം എന്ന് ചിന്തിക്കുമ്പോൾ, അല്ല നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. കൈലാഷ് താങ്ക്സ് പറയുമ്പോൾ തിരിച്ച് മോഹനൻ താങ്ക്സ് പറയണം. നീ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? അല്ല പാർവതിക്ക് വേണ്ടി സാറ് ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർവതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിനുള്ള നന്ദി പറഞ്ഞതാണ്. എങ്കിൽ ശരി മോഹന, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മോഹനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മോഹനൻ പോയി കഴിഞ്ഞ ശേഷം മുക്ത അവിടേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് മുക്ത മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ മുക്ത ചോദിക്കുകയാണ് കൈലാഷിനോട്, എന്തായി കൈലാഷ്, പ്രിയൻ എഴുതിയ ആ ലെറ്റർ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രിയനെ സംശയിച്ചത് തന്നെ തെറ്റാണ്. പക്ഷേ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രിയനെ കൊണ്ടുകൂടി ഈ എഴുതിപ്പിച്ചു കൊണ്ടുവന്നത് തന്നെ. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്ക്, പ്രിയൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹായമാണ് ചെയ്തത് എന്ന് നിനക്കറിയാവുന്നതല്ലേ. എനിക്ക് പ്രിയൻ എഴുതിയ ഈ ലെറ്റർ തുറന്നു നോക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവിടെ തന്നെ വെക്കാൻ കേട്ടോ. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പ്രിയൻ്റെ എഴുതിയ ഈ ലെറ്റർ പോലും കീറിക്കളയുമല്ലോ, അതിൻ്റെ മുന്നേ ഞാൻ തന്നെ ഇതിലൊരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ആ പേപ്പർ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, കൈലാഷ് നീ നോക്കണ്ട, പക്ഷെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അത് തുറന്നു നോക്കുകയാണ്. എന്നിട്ട് ഗന്ധർവൻ എഴുതിയ ആ ലെറ്ററും തുറന്നു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടും ഒരുപോലെ കാണുമ്പോൾ മുക്തയ്ക്ക് മനസ്സിലേക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അങ്ങനെ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതോടുകൂടി പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ളത് കൈലാഷ് മനസ്സിലാക്കും. ഇനിയിപ്പോൾ പാർവതിയെയും പ്രിയനെയും ഈ കമ്പനിയിൽ നിന്നല്ല എല്ലായിടത്തു നിന്നും ആട്ടി ഓടിച്ച് വിട്ടോളും. ഇനി നിങ്ങൾക്കുള്ള കഷ്ടകാലമാണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ മുക്ത നിൽക്കുന്നത്. ഇനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ പാർവതിയെ കൈലാഷ് വെറുക്കും, അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അല്ല ഞാനൊന്നും പറയുന്നില്ല കൈലാഷ്, നീ തന്നെ ഈ പേപ്പറുകൾ രണ്ടും തന്നെ ഒന്ന് ഒത്തു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിൻ്റെ കയ്യിലേക്ക് ആ പേപ്പറുകൾ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കൈലാഷ് രണ്ട് എഴുത്തുകളും രണ്ട് ലെറ്ററുകളും ഒരുമിച്ച് നോക്കുന്ന സമയത്ത് കൈലാഷ് അങ്ങ് ഞെട്ടിപ്പോവാണ്. രണ്ടക്ഷരവും ഒരുപോലെ, രണ്ട് പേപ്പറിലെ അക്ഷരങ്ങളും ഒരേതുപോലെ കണ്ടപ്പോൾ പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ള കാര്യം കൈലാഷിന് മനസ്സിലാവണം. കൈലാഷ് സത്യം മനസ്സിലാക്കി എന്ന് കണ്ടതോടുകൂടി മുക്ത പിന്നെ കൈലാഷിനെ എരിപിരി കയറ്റി സംസാരിക്കുകയാണ്. കണ്ടില്ലേ, ഇവൻ തന്നെയാണ് ഗന്ധർവൻ എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ കൈലാഷ്, അവൻ എന്തുമാത്രമാണ് കൈലാഷ് നിന്നെ ചതിച്ചിട്ടുള്ളത് ഇപ്പം മനസ്സിലായില്ലേ, അവൻ ആരാണെന്നുള്ളതും അവൻ എത്ര വൃത്തികെട്ടവനാണെന്നുള്ളതും. പാർവതിയെ എന്ത് വിശ്വസിച്ചിട്ടാണ് അവൻ്റെ വീട്ടിൽ നീ കൊണ്ടുപോയി ആക്കിയത്? ഇത്ര വൃത്തികെട്ടവൻ്റെ വീട്ടിൽ എങ്ങനെയാണ് പാർവതിയെ നിർത്തുക എന്നൊക്കെ പറഞ്ഞങ്ങ് ഒരുപാട് പ്രിയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. പ്രിയനെ വളരെ മോശപ്പെട്ടവനാക്കി മുക്ത സംസാരിക്കുകയാണ്. അതോടുകൂടി കൈലാഷ് ഒച്ച എടുത്തുകൊണ്ട്, ഇനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത്, പ്രിയനെക്കുറിച്ച് നീ ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് ഒച്ച എടുത്തുകൊണ്ടാണ് സംസാരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലെ ബോട്ടിലെടുത്ത് താഴേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അപ്പോഴത്തേക്കും മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ്. കൈലാഷ് ഒച്ച എടുത്തുകൊണ്ട് പറയണേ, ഇവിടെ നിന്ന് നീ ഇറങ്ങി പോകുന്നുണ്ടോ, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് മുക്തയെ ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ്റെ മനസ്സിലിപ്പോൾ സംശയം വന്നു തുടങ്ങി, ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുമെന്ന് സന്തോഷിച്ചുകൊണ്ടാണ് കേട്ടോ മുക്ത അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കൈലാഷ് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, പാർവതിയും പ്രിയനും ഒരുമിച്ച് ഗോഡൗണിൽ കിടന്നതും ഒരുമിച്ച് കുടുങ്ങിയതും പിന്നീട് പാർവതിയെ കാണാൻ വേണ്ടി പ്രിയൻ്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത്, വിഷു ആഘോഷിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും പ്രിയനും പാർവതിയും ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യങ്ങളൊക്കെ കൈലാഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ കൈലാഷ് അങ്ങ് അലറുകയാണ്. അങ്ങനെ രാത്രിയിൽ പ്രിയനും പാർവതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പാർവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പ്രിയൻ ചോദിക്കുകയാണ്, അല്ല നീ എന്താ പാർവതി, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് പാറു, നീ എന്താ ഉറങ്ങുന്നില്ലേ? അപ്പോൾ പാർവതി നല്ല ഗൗരവത്തിലാണ്, ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം, നാളെ പോവേണ്ടതല്ലേ, രാവിലെ എണീറ്റ് പോവേണ്ടതല്ലേ, എന്നാൽ നീ ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എണീറ്റ് പോവണം, കമ്പനിയിലേക്ക് പോകുന്ന കാര്യമല്ലേ പ്രിയൻ ചേട്ടൻ പറയുന്നത്, പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നീ ഇപ്പോൾ എന്താ പാർവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിന്നോട്
കൈലാഷ് സാർ പറഞ്ഞതല്ലേ എത്രയും പെട്ടെന്നൊരു ഹോസ്റ്റൽ റെഡിയാക്കിയിട്ട് അവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അതെ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ ഞാനും ഇനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. നീ എന്താ പാറു ഓരോന്ന് അർത്ഥം വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് മുഖത്ത് നോക്കി പറയാൻ നീ പഠിക്കും. മുഖത്ത് നോക്കി പറയുക തന്നെയാണ്. അല്ല, പ്രിയൻ ചേട്ടൻ എന്തോ ബംഗ്ലാദേശിലേക്ക് പോവുകയാണെന്നൊക്കെ ഞാൻ കേട്ടല്ലോ. നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് ദർശിനിയാണ്. അവൾക്ക് ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ അവളെ വെറുതെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത്രയും ദിവസം പ്രിയൻ ചേട്ടനോട് ഞാൻ ഇത്രയും അടുത്ത് പെരുമാറിയിട്ടും പ്രിയൻ ചേട്ടനോ എന്നോട് പറയാനൊന്നും തോന്നിയില്ലല്ലോ. കുറച്ച് ദിവസമാണ് ദർശനയും ഞാനും തമ്മിൽ പരിചയമുള്ളൂ, അടുക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ദർശൻ എന്നോട് പറഞ്ഞു അത്ര പോലും പ്രിയൻ ചേട്ടൻ എന്നോട് ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ല. എന്നെ അപ്പോൾ ഒരു അന്യായി കണ്ടതുകൊണ്ടല്ലേ എന്നോട് പറയാതിരിക്കുന്നത്? ആരോടും പറയാതെ പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്തോ ഒന്നും ഉണ്ട് എന്നല്ലേ അതിനർത്ഥം? അത് എന്താണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എന്നെ പ്രിയൻ ചേട്ടൻ ഒരു അന്യായി കാണുന്നത് കൊണ്ടാണ് എന്നോടൊന്നും പറയാത്തത്. ഞാൻ പ്രിയൻ ചേട്ടനെ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കണ്ടത്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോവും എന്നുള്ളത് കൊണ്ടല്ലേ എന്നോട് ഒരു കാര്യവും പറയാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു. എന്തിനാണ് പാറു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നെ ഒരു അന്യായി കണ്ടിട്ടില്ല. ബംഗ്ലാദേശിലേക്ക് പോവുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ അവിടേക്ക് പോവാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല. പാറു കരഞ്ഞുകൊണ്ട് പറയാണ്, അപ്പോൾ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് പ്രിയൻ ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പ്രിയൻ ചേട്ടൻ അവിടേക്ക് പോവാൻ തീരുമാനിക്കുന്നത്? പ്രിയൻ ചേട്ടൻ ജോലിയിൽ നിന്ന് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഞങ്ങൾക്ക് ആർക്കും ആ വേദന മനസ്സിൽ നിന്നും പോയിട്ടില്ല. പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്നാൽ ഞങ്ങൾക്കത് സന്തോഷമാകുമെന്നാണോ പ്രിയൻ ചേട്ടൻ കരുതിയത്? ദയവ് വിചാരിച്ച് പ്രിയൻ ചേട്ടൻ അവിടേക്ക് പോവരുത്, ബംഗ്ലാദേശിലേക്ക് പോവരുത്. ഞാൻ പ്രിയൻ ചേട്ടനോട് തൊഴുതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ഒരു ജോലിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയാലൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അത് നിനക്കറിയുമോ? അപ്പോൾ പാർവതി പറയണ എനിക്കറിയാം. അപ്പോൾ പാർവതി അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താണാവോ പാർവതിക്ക് അറിയാവുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പാർവതി പറയണ ഒരിക്കലും പ്രിയൻ ചേട്ടൻ കാശിനോടും സ്വത്തിനോടും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇതൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പ്രിയൻ ചേട്ടൻ പറയുന്നതാണ്. നീ വിചാരിക്കുന്നത് പോലെയല്ല. ചില നേരങ്ങളിലൊക്കെ പണത്തിന് നല്ല പ്രാധാന്യമുണ്ട്. പണമുണ്ടെങ്കിലാണ് ഈ ഭൂമിയിൽ നല്ലതുപോലെ ജീവിക്കാനും കഴിയും. അതുകൊണ്ട് ആര് തടുത്താലും ശരി ഞാൻ ഈ ജോലിക്ക് പോവും. അത് കേട്ടപ്പോൾ പാർവതി പറയണ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേണ്ട ആളോട് തന്നെ നാളെ പറഞ്ഞോളും. ഞാൻ പറഞ്ഞാൽ ആ ആള് പറഞ്ഞാൽ എന്തായാലും പ്രിയൻ ചേട്ടൻ പോവില്ല. പ്രിയൻ ചേട്ടന് പോവാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ കാര്യം മനസ്സിലാവാണ്. കൈലാഷിനെയാണ് പാർവതി ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ആര് പറഞ്ഞാലും ശരി ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യും. ആര് തടഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതിക്ക് ദേഷ്യം പിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാനും നാളെ ഈ വീട്ടിൽ നിന്ന് പോവും. അത് കേട്ടപ്പോൾ നിനക്ക് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ നീ പോയിക്കോ, ഞാൻ തടസ്സമൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അതോടുകൂടി പാർവതിക്ക് വിഷമത്തോടു കൂടിയാണ് പാർവതിയും ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനാണ് പാറു നീ എന്നെ കൊണ്ട് ഇങ്ങനെ നിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നൊക്കെ വിഷമത്തോടു കൂടി മനസ്സിൽ ചിന്തിച്ചിട്ടാണ് പ്രിയൻ ഉറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മോഹനൻ ഓഫീസിലെത്തിയ ശേഷം ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ. കൈലാഷ് സാറ് പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ളത് അറിഞ്ഞിട്ട് എന്താ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഇതിൽ നടന്നത് എന്നൊക്കെ ചിന്തിക്കട്ടെ. അപ്പോഴാണ് ജയന്തി അവിടേക്ക് വരുന്നത്. അപ്പോൾ ജയന്തി ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് മനുഷ്യൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതൊന്നും നടന്നില്ല. ജയന്തി പറയണേ, രാവിലെ തന്നെ എന്താ നിങ്ങൾക്ക് പിച്ചും പയും പറയുന്നത്? അങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജയന്തി കുറച്ച് ദേഷ്യപ്പെടുന്ന സമയത്താണ് പാർവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്തു പറ്റി രണ്ടുപേരും എന്താ രാവിലെ തന്നെ വഴക്കിടുന്നത്? അപ്പോൾ മോഹനൻ പറയണേ, പാർവതി നിന്നെ തന്നെയാണ് ഇത്രയും നേരം ഞാൻ നോക്കി നിന്നത്. നിന്നോട് കൈലാഷ് സാറോ പ്രിയനോ എന്തെങ്കിലും പറഞ്ഞോ?
എന്ത് പറയാന്, എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, ഇന്നലെ ഞാൻ അവിടെ വന്ന് ലെറ്റർ എഴുതി വാങ്ങിച്ചു കൊണ്ടുപോയില്ല. അതിൻ്റെ ശേഷം എന്തെങ്കിലും കൈലാഷ് സാറോ പ്രിയനോ നിന്നോട് പറയുകയോ എന്തെങ്കിലും ചെയ്തോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിനെ കുറിച്ച് അറിഞ്ഞ് ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ ജയന്തി, എന്താ പാറു നീ പറഞ്ഞത്? ബംഗ്ലാദേശിലേക്ക് പ്രിയൻ പോകുന്നുവെന്നോ? അതെ ദേശി, ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആഹാ, അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തോ? എങ്കിൽ അതൊന്ന് കാണട്ടെ. അവനെ ഞാൻ ഇന്ന് വൈകിട്ട് ചെന്ന് കാണുന്നുണ്ട്. ഇത്രയും വർഷം അവനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്തിട്ട് ഞങ്ങളോട് ആരോടും പറയാതെ അവൻ ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. ഞാനൊന്ന് കാണുന്നുണ്ട്. ഇന്ന് വൈകിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് അവൻ്റെ ഒരു വിചാരം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മോഹനൻ പറയണേ, നീ വെറുതെ ജയന്തി ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതെന്താ മോഹൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിനക്ക് ആദ്യമേ അറിയുമായിരുന്നോ പ്രിയൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിനെ കുറിച്ച്? എനിക്കറിയാമായിരുന്നു. ഞാൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നോക്കുമ്പോൾ അവൻ അമ്മ എന്നോട് പറഞ്ഞു. എന്നിട്ടെന്താ ഇതുവരെ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? ഒരു കൂസലുമില്ലാതെ മോഹൻ ചേട്ടൻ അത് കേട്ടു നിന്നത്. അപ്പോൾ മോഹനൻ പറയണേ, അതിന് അവൻ ബംഗ്ലാദേശിലേക്ക് പോയിട്ട് വേണ്ടേ? അവൻ ഒരിക്കലും ബംഗ്ലാദേശിലേക്ക് പോവില്ല. അവന് പോവാൻ കഴിയില്ല. അതിനൊന്നും ആൾ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ പാറു ചോദിക്കുകയാണ്, ആര് സമ്മതിക്കില്ല എന്നാണ് മോഹൻ ചേട്ടൻ പറഞ്ഞത്? ആരാണ് പ്രിയൻ ചേട്ടനെ തടക്കാൻ നിൽക്കുന്നത്? ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് സെക്യൂരിറ്റി വന്നിരുന്നത്. എന്നിട്ട് പറയണേ, കൈലാഷ് സാർ പാർവതിയെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ഞാനിതാ ഇപ്പോൾ പൊയ്ക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ സെക്യൂരിറ്റി പോയി കഴിഞ്ഞ ശേഷം മോഹനം പറയണേ, നീയല്ലേ ചോദിച്ചത് ആരാണ് പ്രിയൻ പോകുന്നത് തടയാൻ പോകുന്നത് എന്ന് നീ ചോദിച്ചില്ലേ? നീ ഇപ്പോൾ ആദ്യം കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. എന്നതിൻ്റെ ശേഷം നീ തിരിച്ചു വാ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പാർവതി കൈലാഷിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൈലാഷ് ആണെങ്കിലോ എന്നാണ് ഗന്ധർവൻ എന്ന് മനസ്സിലാക്കി ആ സത്യത്തിൽ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പാർവതി, എന്താണ് സാർ എന്നെ വിളിച്ചത്? നിനക്ക് ഞാനൊരു ഹോസ്റ്റൽ റെഡിയാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അല്ല, പ്രിയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഒരു ദിവസത്തിനുള്ളിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആക്കാമെന്ന്. അപ്പോഴേക്ക് കൈലാഷ് നല്ല ഗൗരവത്തിലാണ് കേട്ടോ. എന്നിട്ട് കൈലാഷ് പറയുന്നത്, അതൊക്കെ ശരിയാണ്, 2 ദിവസത്തിനുള്ളിൽ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ച് അവിടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിനക്ക് തൽക്കാലം താമസിക്കാൻ ഇപ്പോൾ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നീ അവിടേക്ക് പോകണം. അപ്പോൾ പാർവതിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, സങ്കടമാവുകയാണ്. അപ്പോൾ പാർവതി പറയണേ, ഇല്ല സാർ, ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അത് മുഴുമിക്കാൻ പോലും സമ്മതിപ്പിക്കാതെ കൈലാഷ് ഒച്ചെടുത്തുകൊണ്ട്, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി പാർവതി. അത് കേട്ടപ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പെട്ടെന്ന് കൈലാഷ് അത് നയത്തിൽ പിന്നെ പറയണം, പാർവതി, ഞാൻ ആദ്യം പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. നീ ഇനി ആർക്കും ഒരു ഭാരമായി എവിടെയും താമസിക്കേണ്ട. അതുകൊണ്ടാണ്. അതൊക്കെ ശരി തന്നെയാണ്, സാറ് പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ പ്രിയൻ ചേട്ടനോട് പലതവണ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ ചേട്ടന് ഒരു ഭാരമാവാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞറിഞ്ഞിരുന്നു. ആ സമയത്ത് കൈലാഷ് സാർ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെ കൈലാഷ് സാറിനോടൊപ്പം ഞാൻ വന്നേനെ. നിങ്ങൾ പറയുന്ന ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുകയും ചെയ്തേനെ. അത് കേട്ടപ്പോൾ കൈലാഷ് തന്നെ അതിശയിച്ചു പോവാണ് പാർവതിയുടെ ആ സംസാരം കേട്ടിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രിയൻ ചേട്ടനെ ഞാൻ വിട്ടു പോരുന്നത് അത് ശരിയല്ല. എന്ത് അവസ്ഥ? അത് പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് ജോലിക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കേട്ടതോടുകൂടി കൈലാഷ് അങ്ങ് ഞെട്ടിപ്പോവാണ്. ബംഗ്ലാദേശിലേക്കോ? അതെ സാർ, ദർശനയാണ് എന്നോട് സങ്കടത്തോടു കൂടി പ്രിയൻ ചേട്ടൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം. ഈ നല്ല കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. കൈലാഷ് ഗന്ധർവൻ പ്രിയനാണെന്നുള്ളത് മനസ്സിലാക്കിയതോടുകൂടി പാർവതിയും ആ സത്യം അറിയുകയാണ്.